ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡിസൈനർ കുർത്തിയുടെ സ്ലീവിൻ്റെ വർക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കട്ട ചുവപ്പ് കളറ് മെറ്റീരിയലാണിത്. ഇതിൽ കൊടുക്കാനായിട്ട് ഇതുപോലൊരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 5 ഇഞ്ചോളം ലെങ്ത്ത് വരുന്ന ഡിസൈനാണ്. ആദ്യം തന്നെ സ്ലീവിൻ്റെ പാറ്റേൺ ആദ്യം വരച്ചെടുക്കാം. എവിടെ മുതൽ എവിടം വരെയാണ് വർക്ക് വേണ്ടതെന്ന് അറിയാനായിട്ടാണ് വരച്ചെടുക്കുന്നത്. വരച്ചെടുത്തിട്ട് പിന്നെ ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. സ്ലീവ് അടിച്ച് മറിക്കുന്നതിന് വേണ്ടി 1 ഇഞ്ചോളം മെറ്റീരിയൽ വിട്ട ശേഷമാണ് ഇതുപോലെ പാറ്റേൺ വെച്ച് എവിടം തൊട്ട് എവിടം വരെയാണോ ഡിസൈൻ വേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലിൽ ട്രേസിങ്ങും അതുപോലെ ഏത് മാർക്കിംഗ് ആയാലും ചെയ്തെടുക്കുന്നത് വളരെ പാടാണ്. കാര്യം ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു തരം മെറ്റീരിയലാണ്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുത്ത ശേഷം, അതായത് നമ്മുടെ മാർക്കിംഗ് ആണ്, 2 മാർക്കിങ്ങും ജോയിൻ ചെയ്തെടുത്ത ശേഷം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫ്രെയിമിലിട്ട ശേഷമല്ല ഡിസൈൻ കൊടുക്കേണ്ടത്, ഡിസൈൻ കൊടുത്ത ശേഷം വേണം ഫ്രെയിമിലിടേണ്ടത്. ഇതൊരു തരം തെന്നി മാറുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഡിസൈനൊന്നും കൊടുത്തെടുക്കാൻ പറ്റത്തില്ല. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇതൊരു ബെഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്തായിട്ട് കട്ടിക്ക് ബെഡ്ഷീറ്റ് മടക്കി വിരിച്ചിട്ടോ പേൾ പിന്ന് സെറ്റാക്കിയത്, പേൾ പിൻ വെച്ച് 4 വശവും കുത്തി വെച്ചാണ് വരച്ചെടുക്കുന്നത്. ഇതുപോലെ ഡിസൈൻ എടുത്ത ശേഷം ഡിസൈൻ മെറ്റീരിയലിൻ്റെ അടിയിലായിട്ടാണ് വയ്ക്കുന്നത്. ഡിസൈൻ ഇതുപോലെ മാർക്ക് ചെയ്ത ലൈനിൻ്റെ മുകളിലാണോ എന്ന് നോക്കി ശ്രദ്ധിച്ച് കറക്റ്റാക്കി വയ്ക്കണം. ഇതുപോലെ ചുളിവൊന്നും ഇല്ലാതെ കറക്റ്റാക്കിയ ശേഷം പേൾ പിൻ ഉപയോഗിച്ച് ഇനി 4 സൈഡും സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഈ പേപ്പറും ക്ലോത്തും താഴത്തെ മെറ്റീരിയലും കൂടെ ചേർത്ത് വേണം പിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിസൈൻ തെന്നി മാറിപ്പോവും. ഡിസൈൻ മാറാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം പേപ്പറിൽ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഇതുപോലെ 4 വശവും ഡിസൈൻ തെന്നി മാറാതെ പിൻ ചെയ്തെടുക്കാം. ഇതുപോലെ 4 വശവും പേൾ പെൻ ഉപയോഗിച്ച് പിൻ ചെയ്തെടുത്ത ശേഷം ഇനി മെറ്റീരിയലിൽ ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് പേപ്പറിലെ നമ്മുടെ വെച്ച ഡിസൈൻ പേപ്പറിലെ പാറ്റേൺ നല്ലപോലെ ക്ലോത്തിൻ്റെ മുകളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ച് വൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഇതുപോലെ ലൈൻസ് എല്ലാം മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം എവിടെയൊക്കെയാണോ നമുക്ക് ലീവ്സ് കൊടുക്കേണ്ടത്, ലീവ്സും ഫ്ലവേഴ്സും എല്ലാം കൊടുക്കേണ്ടത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രെയിമിലിട്ട് എടുക്കാം. മെറ്റീരിയൽ ഫ്രെയിമിലിട്ട് എടുക്കുമ്പോൾ വെറും റൗണ്ട് ഭാഗം ക്ലോത്തിൻ്റെ അടിയിലും ഒരു സ്ക്രൂ ഉള്ള പാർട്ട് ക്ലോത്തിൻ്റെ മുകളിലുമാണ് വരേണ്ടത്. ഇതിൽ ഈ സ്ക്രൂ പാർട്ട് വരേണ്ടത് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്ന ക്ലോത്തിൻ്റെ മുകളിൽ വേണം വെക്കേണ്ടത്. അല്ലാതെ മെയിൻ ക്ലോത്തിൽ വെക്കുവാണെങ്കിൽ ക്ലോത്ത് ടൈറ്റാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വലിച്ചിലുണ്ടാവാനോ അല്ലെങ്കിൽ പിന്നിപ്പോവാനോ കീറിപ്പോവാനോ ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. മെറ്റീരിയൽ ഫ്രെയിമിലിട്ട് ഇതുപോലെ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലോത്ത് വലിച്ച് ടൈറ്റാക്കിയത് കൊണ്ടാണ് ലൈൻസ് എല്ലാം വളഞ്ഞിരിക്കുന്നത്, അല്ലാതെ വളഞ്ഞു പോയതല്ല. ഇനി ഇത് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. ഇതിൽ ഡിസൈൻ കൊടുത്തെടുക്കുന്നതിന് വേണ്ടി കട്ട് ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസുമാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യം തന്നെ താഴത്തെ ഒരു ബോർഡർ ലൈൻ പോലെ ഒരു ലൈൻ, സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ലൈനിൽ ഒരു ലെയർ കട്ട് ബീഡ് ഇട്ടെടുക്കാം. ഓരോരോ കട്ട് ബീഡ് ഉപയോഗിച്ച് ഈ ഒരു ലെയർ ആദ്യം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബോർഡർ ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി കൊടുക്കുന്ന ഈ സ്ട്രൈറ്റ് ലൈനാണ്. ഈ സ്ട്രൈറ്റ് ലൈനും ഈ കളർ കട്ട് ബീഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇനി കൊടുക്കുന്നത് സീക്വൻസ് ആണ്. ഗോൾഡ് കളർ സീക്വൻസ് ആണ് കൊടുത്തെടുക്കുന്നത്. 3 സീക്വൻസും കട്ട് ബീഡും കൊടുത്താണ് ഈ ഒരു എൻഡ് പോർഷനിലായിട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ലീവ്സ് ആണ് ചെയ്തെടുക്കുന്നത്. കട്ട് ബീഡ് ഉപയോഗിച്ചാണ് ഈ ലീവ്സ് ചെയ്തെടുക്കുന്നത്.
സീക്വൻസ് കൊടുത്തെടുത്ത ശേഷം ഇനി കട്ട് ബീഡ് ഉപയോഗിച്ച് ലീവ്സാണ് ചെയ്തെടുക്കുന്നത്. ലീഫ് കൊടുക്കാനായിട്ട് 3 കട്ട് ബീഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആദ്യം 3 കട്ട് ബീഡ്, വീണ്ടും അടുത്ത ലെയർ കൊടുക്കുന്നത് 3 കട്ട് ബീഡ്, അവസാനത്തെ ലെയർ എന്ന് പറയുമ്പോൾ അത് 4 കട്ട് ബീഡ് കൊടുത്താണ് ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സീക്വൻസും കട്ട് ബീഡ് ഉപയോഗിച്ചുള്ള ലീവ്സും കൊടുത്ത് ഫുൾ ലൈൻസും കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത ശേഷം ഇനി ഈ 2 ലൈൻസിൻ്റെ ഇടയിലായിട്ട് ഓരോ ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ സീക്വൻസ് എടുത്തിട്ടുണ്ട്. സീക്വൻസ് ഉപയോഗിച്ചുള്ള ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ സീക്വൻസിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ വൈറ്റ് ബീഡും കൂടെ കൊടുത്താണ് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഈ ലൈൻസിൻ്റെ ഉള്ളിലായിട്ടൊക്കെ ഫ്ലവേഴ്സ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ. ഈ കാണിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.